ഇന്നൊരു ചിക്കൻ സാൻഡ്വിച്ച് ആണ് ചെയ്തത്. അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഒരു ഫുൾ ചിക്കൻ വാങ്ങിയപ്പോൾ അതിൽ നിന്നും അതിൻ്റെ ബ്രസ്റ്റ് പീസും കുറച്ചെടുത്തു, ബോണുള്ള പോർഷനും കുറച്ചെടുത്തു. ചിക്കൻ ബ്രസ്റ്റ് പീസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോൺ കളയുന്ന എക്സ്ട്രാ ജോലിയൊന്നും വരത്തില്ല. ഇനി അതെല്ലാം ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. സാധാരണ രീതിയിൽ കുക്ക് ചെയ്തെടുത്താലും മതി, പ്രഷർ കുക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുരുമുളക് പൊടിയും ഉപ്പും ചേർത്താണ് വേവിച്ചെടുക്കേണ്ടത്. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും. അതെല്ലാം ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പ്രഷർ കുക്ക് ചെയ്തു 2 വിസിൽ വരെ വേവിച്ചു. ഒരു ടൊമാറ്റോ അതിൻ്റെ സീഡ്സും പൾപ്പും ഒക്കെ കളഞ്ഞിട്ട് വളരെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അടുത്തത് സാലഡ് ക്യൂക്കമ്പർ ആണ്. ഇതിൻ്റെയും സീഡ്സ് കളയണം, സ്കിൻ കളയണ്ട. ചെറുതായി ചോപ്പ് ചെയ്തെടുക്കണം. സ്കിൻ കളയുവാണെങ്കിൽ ജ്യൂസ് ഇറങ്ങും, അത് സാൻഡ്വിച്ച് സോഗയാക്കും, കഴിക്കാൻ കൊള്ളാതെ ആകും. ക്യാപ്സിക്കവും അതേമാതിരി തന്നെ സീഡ്സൊക്കെ റിമൂവ് ചെയ്യണം. ഒരു ചെറിയ ക്യാപ്സിക്കമിൻ്റെ പകുതി പോർഷനാണ് എടുത്തിരിക്കുന്നത്, അതും ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ലെറ്റസാണ്, ക്യാബേജിൻ്റെ ഇല ചേർക്കരുത്. ഇലകളൊന്ന് കഴുകി ഡ്രൈ ആയതിനു ശേഷം കൈകൊണ്ട് ചെറുതായി നുറുക്കിയിടണം, ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിൽ നിന്നും ബോൺ മാറ്റിയെടുക്കണം. കൈകൊണ്ട് ചെയ്താലും മതി, ഫോർക്ക് ഉപയോഗിക്കുവാണെങ്കിൽ ഒരു വൃത്തിയുണ്ട്. അതിനുശേഷം ഒരു ചോപ്പറിലിട്ട് ചെറുതായി ഇതേമാതിരി ഷ്രെഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ഓരോന്നായി മിക്സിംഗ് ബൗളിലേക്ക് ഇട്ടുകൊടുക്കുക. സവാളയും ചെറുതായി ചോപ്പ് ചെയ്തെടുക്കണം. സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അതിൻ്റെ ഫില്ലിങ്ങിൽ നിന്നും ഒരിക്കലും ജ്യൂസ് ഇറങ്ങി വരാൻ പാടില്ല. കുറച്ചുകൂടി ഉപ്പും കുരുമുളകും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം മയണൈസ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ബ്രെഡിൽ ഈസിയായി സ്പ്രെഡ് ചെയ്തെടുക്കാൻ പാകത്തിന് മയണൈസ് ചേർക്കണം. ഒറ്റയടിക്ക് ആദ്യം തന്നെ എല്ലാം ചേർക്കണ്ട, കുറേശ്ശെയായി ചേർത്ത് നോക്കണം. ഫില്ലിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്യാം. ഫില്ലിംഗ് ഒരുപാട് സ്കൂപ്പ് ചെയ്ത് വെക്കണ്ട. സാൻഡ്വിച്ചിൻ്റെ സൈഡ്സൊക്കെ ട്രിം ചെയ്ത് കളയാനുള്ളത് കൊണ്ട് ഫില്ലിംഗ് എഡ്ജസിലേക്ക് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം ലെറ്റസ് വെച്ച് ക്ലോസ് ചെയ്യണം. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ചിക്കൻ സാൻഡ്വിച്ച് റെഡി.